ഇങ്ങനെ പരിണാമപ്പെടുമ്പോൾ അവസാന നാളാകുമ്പോൾ ലോകത്തുണ്ടാകുന്ന പരിണാമം ഇങ്ങനെയാകും. ഹത്താ തുക്കല്ലിമ സിബാ ഉല്ലിൻസ, വന്യമൃഗങ്ങൾ മനുഷ്യനുമായി സല്ലപിക്കുന്ന സംവദിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടാകും അക്കാലത്ത്. വന്യമൃഗങ്ങളോട് മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്ന ശേഷി ആർജിച്ചിട്ടുണ്ടാകും. വഹത്താ തുക്കല്ലിമ റജുലു അദബത്ത സൗത്തിഹി, തൻ്റെ കയ്യിലിരിക്കുന്ന ചില ചാട്ടവാറഗ്രം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചേ. അന്നത്തെ വാഹനം ഒട്ടകമാണ്, ആ ഒട്ടകത്തെ തെളിക്കുന്ന ചാട്ടവാറാണ്. അതുപോലെ നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ വാഹനങ്ങളുടെ റിമോട്ടുകൾ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് സങ്കല്പിക്കാം. ചാട്ടവാർ അഗ്രത്തോടെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അവൻ്റെ കയ്യിൽ തൻ്റെ വാഹനത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ആ റിമോട്ടാണത്. ആ റിമോട്ടിൻ്റെ തലയോട് അവൻ സംസാരിക്കുന്ന കാലം വരും. റസൂലുള്ളാഹി വശിറാക്കൻ അലി, അവൻ്റെ ചെരുപ്പിൻ്റെ വാറുമായിട്ടും മനുഷ്യൻ സംസാരിക്കും. നമ്മുടെ മൊബൈലൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പോരാ, റസൂലുള്ളാഹിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലൊരു വാക്ക് പറയുന്നുണ്ട്, വയുഖ്ബിറഹു ഫഖിദുഹു, അവൻ്റെ തുട അവനോട് സംസാരിക്കും. തൊട അവനോട് സംസാരിക്കും. ബിമാ അഹിദത അഹ്ലഹു, വീട്ടിൽ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് അവൻ്റെ തുട അവനോട് വിളിച്ചു പറയുന്ന ഒരു കാലത്തിലേക്ക് കാലം പരിണാമപ്പെടും. മുഹമ്മദ് മുസ്തഫ തൊടയെന്നാ പറഞ്ഞ്, തൊടയിലാണല്ലോ ഈ പോക്കറ്റല്ലേ പാൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ. ഇവിടെയല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്ന പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വിളിച്ചു പറയുന്ന യന്ത്രം, ഡിവൈസിൻ്റെ സ്ഥാനം ഇവിടെയല്ലേ. റസൂലുള്ളാഹി അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ ഇങ്ങനെ അല്ലാതെ ആ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുമോ? വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൻ്റെ ഭാര്യ അവനോട് വിളിച്ചു പറയും, തുട അവനോട് സംസാരിക്കുമെന്ന് പറയുന്ന ഈ പരിണാമം ലോകത്തിന് മുഴുവനുള്ളതാണ്. നാം ഇന്ന് ഒരു പുതുവർഷ പുലരിയുടെ പൂമുഖത്ത് എത്തി നിൽക്കുന്ന സമയമാണ്. പുതുവർഷം സമാഗതമാകുന്നു അല്ലെങ്കിൽ ആയി എന്ന് നാം പറയുമ്പോൾ പ്രിയ കൂട്ടുകാർക്കല്ലേ, സഹോദരങ്ങൾക്ക് അവിശ്വസനീയതയോ അത്ഭുതമോ ആയിരിക്കും തോന്നുക. എവിടെ പുതുവർഷം? കൊട്ടിഘോഷിക്കപ്പെടുന്ന പുതുവർഷത്തിൻ്റെ ആരവങ്ങളൊന്നും എവിടെയും ഉയരുന്നില്ലല്ലോ. പിന്നെ എവിടെയാണ് പുതുവർഷമെന്ന് ഒരുപക്ഷെ നാം ഓർക്കുന്നുണ്ടാകുമെങ്കിൽ, പരിശുദ്ധ ഇസ്ലാം കാലഗണനയ്ക്ക് ആധാരമായി നിശ്ചയിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാലഗണനയിൽ വളരെ പ്രാധാന്യമുള്ള ഇസ്ലാമിക ജീവിതം പരിപൂർണമായും കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് ഹിജ്റ കലണ്ടറിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു കാലക്രമത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദുൽഹജ്ജ് വിട പറയുകയും പുതിയ വർഷത്തിൻ്റെ നാന്ദിയായി മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാവുകയും ചെയ്യുന്ന ദുൽഹജ്ജിൻ്റെ ഏതാണ്ട് അവസാനത്തെ ദിനത്തിൽ നാം ഇന്ന് നിലകൊള്ളുകയാണ്. ഒരു പക്ഷേ നാളെ മുതൽ അള്ളാഹുവിൻ്റെ കലണ്ടറിൽ ഒരു പുതിയ വർഷത്തിന് തുടക്കമാവുകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുഹറം ആഗതമാകുന്നു എന്നർത്ഥം. ഒരു പുതിയ വർഷത്തിൽ നാം എന്തൊക്കെയാകണം, എന്തൊക്കെ ചിന്തിക്കണം, എങ്ങനെയാണ് നമ്മുടെ കർമ്മ പരിപാടികൾ കരുപിടിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു പുതുമയിലേക്കും നാം കടന്നു പോകുന്നത് കരുതലോടുകൂടിയായിരിക്കും. ഏതൊരു പുതിയ തുടക്കവും വളരെ ജാഗ്രതയോടെ കരുതലോടെ ആകാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. നന്നായി തുടങ്ങാൻ കഴിഞ്ഞാൽ അത് തന്നെ നേട്ടം, ലക്ഷ്യത്തിൻ്റെ പാതി പിന്നിട്ടു എന്നാണ് പറയുക. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ല് തന്നെ ഉണ്ട്. നന്നായി തുടങ്ങുന്നത് പാതി ചെയ്തതുപോലെയാണ്, പാതി പൂർത്തിയായതുപോലെയാണെന്നാണ്. അപ്പം നല്ല ഒരു തുടക്കം എന്തിനും കിട്ടുക എന്നത് പ്രധാനമാണ്. ദീനിലും അതിന് പ്രാധാന്യമുണ്ട്. ചൊല്ലുകൾ പലപ്പോഴും പറയപ്പെടുന്നത് അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നാണ്. മനുഷ്യനെ അനുഭവം പഠിപ്പിച്ചതിൻ്റെ ആകത്തുകയാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുത്ത വചനസമാഹാരങ്ങളെയാണ് നമ്മളും പലപ്പോഴും പഴഞ്ചൊല്ലുകളെന്ന് പറയുക, ചൊല്ലുകളെന്ന് പറയുക. വാമൊഴിയായി പരമ്പരയാ നമ്മളിലേക്ക് കൈമാറി കിട്ടുന്ന അത്തരം വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അഥവാ നന്നായി തുടങ്ങാനായാൽ പകുതി പൂർണ്ണമായതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നത് വളരെ അർത്ഥവത്തായ വാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുഹറം മാസത്തെ നന്നായി തുടങ്ങേണ്ടതുണ്ട്.
എന്ന് മാത്രമല്ല, ഈ മുഹറം മാസത്തിൻ്റെ പ്രാധാന്യത്തെ, സവിശേഷതയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്തൊക്കെ നമ്മെ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം കടന്നു പോകുന്ന നിമിഷങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമാണ്. പരിശുദ്ധമായ ഹിജറ കലണ്ടറിനെ ആധാരമാക്കി, ചാന്ദ്രവർഷത്തെ ആധാരമാക്കി ഒരു ജീവിതക്രമമാണ് ഇസ്ലാം കരുപിടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രവർഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, അതിൻ്റെ മാസങ്ങൾ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, ആ മാസങ്ങളിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ, ഒന്നിന് മറ്റൊന്നിന് ഉള്ളതിനേക്കാൾ അധികം മഹത്വമുള്ളതായി, പ്രാധാന്യമുള്ളതായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് മുസ്ലിം ജീവിതത്തിൻ്റെ വ്യത്യസ്തത തന്നെ. ഓരോ ആഴ്ചയും വെള്ളിയാഴ്ച വരുമ്പോൾ മറ്റ് ദിവസങ്ങളുടെ ഉച്ച സമയത്തേക്കാൾ പ്രാധാന്യം ആ വെള്ളിയാഴ്ചയ്ക്കുണ്ടെന്നറിഞ്ഞ് ആ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിയിൽ നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെ നാം പരിഗണിക്കുന്നില്ലെങ്കിൽ ഈ വലിയ സംഘം ഇവിടെ ഉണ്ടാവില്ല. ഇസ്ലാമിക ജീവിതത്തിൽ ജുമഅയുടെ ഈ മഹാസംഗമത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ട്? അത് സമയത്തെ പരിഗണിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വർഷത്തിൻ്റെ കഥ പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കാലക്രമത്തിൽ ഒരു വർഷത്തിന് 12 മാസം എന്ന് നിർവചിച്ചു പോയതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാം, കാലത്തിൻ്റെ ക്രമം പരിഗണിക്കേണ്ടത് 12 മാസത്തെ ആധാരമാക്കിയാണെന്ന് നിശ്ചയിച്ചു പോയതാണ്. സൗരവർഷത്തിലായാലും ചന്ദ്രവർഷത്തിലായാലും ഒരു വർഷത്തിന് മാസം 12 ആണെന്ന് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ 12 മാസം എന്നത് മാറ്റിയിട്ട് 10 മാസമാക്കി ചുരുക്കിയ ചില കലണ്ടറുകൾ ഇവിടെ ഉണ്ടായിരുന്നു, റോമൻ കലണ്ടർ അടക്കം. ആ കലണ്ടറുകൾ അവസാനം ഒരുപാട് വെട്ടിച്ചുരുക്കലുകൾക്കും ക്രമീകരണങ്ങൾക്കുമൊക്കെ വിധേയമാക്കേണ്ടി വന്നു എന്ന് കലണ്ടർ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മാസത്തിൽ ചില ദിവസങ്ങൾ ഒന്നിലും ഒരു കണക്കിലും പെടാതെ അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു, ഒരു നോ മാൻസ് ലാൻഡ് പോലെ. അതൊക്കെ വേണ്ടി വന്നത് 12 മാസം എന്ന അള്ളാഹു ഒരു വർഷത്തിൻ്റെ മാസക്രമത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ അനാദിയായ നിശ്ചയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. അത് പരാജയപ്പെട്ട് വീണ്ടും സൗരവർഷ കലണ്ടറും 12 മാസത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ഹിജറ വർഷത്തിൻ്റെ കലണ്ടർ അല്ലെങ്കിൽ ചന്ദ്രമാസ കലണ്ടർ 12 മാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതിൽ ഏറെ വിശദീകരിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത് 12 മാസമാണ്. എല്ലാ വർഷത്തെയും, ഓരോ വർഷത്തിൻ്റെയും മാസങ്ങൾ 12ആയി അള്ളാഹു നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും ഫീഹി മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളുണ്ട് എന്നാണ്. മറ്റു മാസങ്ങൾക്കില്ലാത്ത പവിത്രതയോടുകൂടി പരിഗണിക്കപ്പെടേണ്ട 4 മാസങ്ങൾ അവയിലുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു ശേഷം പറഞ്ഞത്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കളോട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹവും ചെയ്തു പോകരുത് എന്നാണ്. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ആ മാസങ്ങളിൽ ഒട്ടും ചെയ്തുകൂടാ. മറ്റു മാസങ്ങളിൽ ആകാമെന്നല്ല, മറ്റു മാസങ്ങളിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ പോലും ഈ മാസങ്ങളിൽ ഒട്ടും പാടില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ സമയം നോക്കിയിരിക്കുക, നാളുകൾ എണ്ണിക്കഴിയുക, സമയത്തിൻ്റെ പ്രാധാന്യം ഉണരുക, എന്നിട്ട് അതിനൊത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികൾ, നന്മ തിന്മകൾ ഒക്കെ നമ്മൾ കരുപ്പിടിപ്പിക്കുക എന്നതിന് പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. സമയം പരിഗണിക്കാത്തവന് മുസ്ലിം ആകാൻ പറ്റില്ല. പുറകെ അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ? ദാലിക ദീനുൽ ഖയ്യിം, ദാലിക ദീനുൽ ഖയ്യിം. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അതാണ് കൃത്യമായ രുജുവായ മതം. വളരെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീൻ അതാണ്. സമയം പരിഗണിക്കുന്ന, മാസം പരിഗണിക്കുന്ന, അതാതിൻ്റെ പവിത്രതകളെ പരിഗണിക്കുന്ന
ഒരു ദീൻ, ആ ദീനാണ് യഥാർത്ഥ ദീൻ. നമുക്കിടയിൽ നിന്ന് ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയത്തിനൊന്നും പ്രാധാന്യമില്ല, ഒന്നിനും ഒരു പവിത്രതയില്ല, പ്രഭാതത്തിന് പരിഗണനയില്ല, കുറുക്കം വലിച്ചുറങ്ങാം, സന്ധ്യയ്ക്ക് മഗ്‌രിബിന് പ്രാധാന്യമില്ല, എന്ത് തോന്നിയാസത്തിൻ്റെയും മുമ്പിലിരിക്കാം, ആ സമയത്ത് ബാങ്ക് മുഴങ്ങുകയാണെങ്കിൽ അതുപോലും പരിഗണിക്കണമെന്നില്ല, വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, നമ്മളങ്ങനല്ല. പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്. എല്ലാവരും വന്നപ്പോൾ ഞാനും വന്നു, ഇല്ലേ? മോശമല്ലേ? പ്രാധാന്യം പരിഗണിച്ചിട്ടാണോ നമ്മൾ വന്നത്? ആണെങ്കിൽ നമ്മുടെ ദീൻ ദീനാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരി ദീൻ. സമയത്തിൻ്റെ, മാസത്തിൻ്റെ, നാളുകളുടെ ഒക്കെ പ്രാധാന്യം പരിഗണിക്കുന്ന ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആദരിക്കേണ്ടതിനെ ആദരിച്ച്, പരിഗണിക്കേണ്ടതിനെ പരിഗണിച്ച്, സമയസന്ദർഭങ്ങളുടെ മൂല്യമറിഞ്ഞ്, കർമ്മങ്ങളുടെ വിത്തുകൾ അതിൽ വിത്തിറക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ ഉത്തമനായ ഒരു മുഅ്മിനായി നമുക്ക് പടച്ച തമ്പുരാൻ ആ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ തൗഫീഖ് തരുമാറാകട്ടെ. വലിയ പ്രാധാന്യമുള്ള സംഗതി അത്. ആ പ്രാധാന്യം പുതിയ കാലത്ത് അവഗണിക്കപ്പെട്ടു പോയ, എല്ലാം തുല്യമാണ്. അങ്ങനെ ഒരു കാലമുണ്ട്, ഒരു ഈക്വാലിറ്റിയുടെ, അല്ലേ? എല്ലാം തുല്യമാണെന്ന് പറയുന്ന, ഏതുവരെ? ആണും പെണ്ണും പോലും തുല്യമാണ്. തുല്യപ്പെടുത്തി ആണിനും പെണ്ണിനും വ്യത്യാസമൊന്നുമില്ലെന്ന് വരെ പറയുന്നിടത്തേക്ക് എല്ലാം തുല്യവൽക്കരണത്തിലേക്ക് ഇവിടം വരെ മനുഷ്യനെത്തിയത് ബാക്കി മുഴുവനെയും തുല്യമാക്കി കഴിഞ്ഞിട്ടാണ്. ഒരിക്കലും തുല്യമാക്കാൻ കഴിയാത്ത ആണിനെയും പെണ്ണിനെയും വരെ പിടിച്ച് അവസാനം തുല്യമാക്കാൻ മനുഷ്യനിലെ ഒരു വലിയ സമൂഹം ഗൂഢബുദ്ധികൾ ശ്രമിക്കുന്നു, വികലബുദ്ധികൾ, മൃഗബുദ്ധികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും അവൻ ഒന്നാക്കി തുല്യമാക്കി എന്നുള്ള ഉറപ്പല്ലേ? ഒരിക്കലും തുല്യമാക്കാൻ കഴിയാത്ത ആണിനെയും പെണ്ണിനെയും വരെ ഞങ്ങൾ ഒന്നാക്കാൻ പോവുക. ജെൻഡർ ഇക്വാലിറ്റി. ഇവിടെ എത്തിയ മനുഷ്യന് ഒന്നിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അറിയാൻ പാടില്ലാത്ത, തരംതിരിവില്ലാത്തവനാണ്. തരംതിരിവില്ലായിക എന്ന് പറഞ്ഞാൽ തമ്മീസ് ഇല്ലായിക എന്ന ബാലബുദ്ധി. പുതിയ പ്രയോഗം അതാണല്ലോ, അല്ലേ? ബാലബുദ്ധി. മനസ്സിലായില്ലേ? പറയുന്നത് ചിലപ്പോൾ ബാലബുദ്ധി ആരോപണം പറയുന്നവരും മന്ദബുദ്ധികളായിരിക്കും. അതിന് കുറവില്ല, ബാലബുദ്ധിക്കേ കുഴപ്പമുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഇത്തരം ബാലബുദ്ധികളും മന്ദബുദ്ധികളും ഒന്നും ആകാതെ നമുക്ക് യഥാർത്ഥ ബുദ്ധിയുടെ ഉടമകളാകണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നതിനെ, ആ സമയങ്ങളെക്കുറിച്ച് അള്ളാഹു നിശ്ചയിച്ച പരിപാടികളെ, പദ്ധതികളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാകണം. അതുകൊണ്ട് സമയത്തിൻ്റെ വില അറിയണം. അതാത് സമയങ്ങളിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതിനാ തമ്മീസ് എന്ന് പറയുക, വകതിരിവ് എന്ന്. തമ്മീസുള്ള കുട്ടിയുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാന്ന് പറയും. തമ്മീസുള്ള കുട്ടിയുടെ കയ്യിൽ വകതിരിവുണ്ടാകണം. ആ വകതിരിവുണ്ടോ ഈ സമുദായത്തിന്? എല്ലാം തുല്യമാക്കിയ വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ തുല്യമാണ്, അല്ലേ? വാപ്പയ്ക്ക് പ്രത്യേക പരിഗണനകളുണ്ടോ? ഉമ്മയ്ക്ക് വല്ല പരിഗണന ഉണ്ടോ? ചേട്ടന് പ്രത്യേക പരിഗണനകളുണ്ടോ? എല്ലാവരും തുല്യരാണ്. ആദരവിൻ്റെ സംസ്കാരം ഉടഞ്ഞുപോയ ഒരു കാലത്ത് ഇക്കാര്യം ഒന്നുകൂടി ഓർമ്മയിൽ വെക്കണം. വ്യത്യസ്തതകളുണ്ട് എന്നും ആ വ്യത്യസ്തതകൾ പാലിക്കപ്പെടുന്നതാണ് ദീനെന്നും. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഒറിജിനൽ ദീൻ. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പുതിയ കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സഞ്ചാരം പുരോഗതിയിലേക്കാണ്. മനുഷ്യരാശി എന്നല്ല, പ്രകൃതിയിലൊന്നും തുടങ്ങിയിടത്ത് നിൽക്കുകയല്ല. എല്ലാം അതിൻ്റെ പ്രകൃതിയിലെ ഓരോ വസ്തുവും അതിൻ്റെ ബാല്യാവസ്ഥയിൽ നിന്ന്, ശൈശവാവസ്ഥയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും പൂർണ്ണാവസ്ഥയിലേക്കുള്ള കുതിപ്പിലാണ്. അള്ളാഹുവിൻ്റെ ഗുണം അള്ളാഹു പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സർവ്വലോകങ്ങളെയും തർബിയത്ത് ചെയ്യുന്ന റബ്ബാകുന്നു. റബ്ബ് നമ്മൾ പറയുമല്ലോ റബ്ബേ എന്ന് വിളിക്കും. എന്താ റബ്ബേ എന്ന് പറഞ്ഞാൽ? പരിപാലകനെന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. വെറും പരിപാലനമെന്നല്ലതിനർത്ഥം. അറബിയിലെ പല പദങ്ങൾക്കും, വിശിഷ്യ ഖുർആനിക പദങ്ങൾക്ക് മലയാള ഭാഷയ്ക്ക് ഒത്ത ഒരു പരിഭാഷ പറയാനാവില്ല. പരിപാലനം എന്ന് പറഞ്ഞാൽ പല പരിപാലനം പലയിടത്തും നടക്കാറുണ്ട്. പക്ഷേ റബ്ബെന്ന് പറഞ്ഞാൽ എന്താണ്? തക്മീൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ എന്നാണ് മുഫസ്സിറുകൾ ഇതിനെ നിർവചിച്ചത്. ഒരു വസ്തുവിനെ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക്, വികാസത്തിലേക്ക് പടിപടിയായി കൈപിടിച്ച് ആനയിക്കുക. അള്ളാഹു ആണ് സൃഷ്ടാവെങ്കിൽ അള്ളാഹു എല്ലാം
എടുത്തടിച്ചതുപോലെ അങ്ങ് പടച്ചേച്ചാൽ പോരെ. അല്ല, അള്ളാഹു റബ്ബാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹ് എല്ലാം എടുത്ത് പ്രതിമയുണ്ടാക്കി കൊണ്ടുപോയി ഇങ്ങനെ ഷോ വയ്ക്കുന്ന പോലെ അങ്ങ് എടുത്തു വയ്ക്കുകയല്ല, കുറേശ്ശെ കുറേശ്ശെ വളരാൻ വിടുകയാണ്. അഥവാ പരിണാമം അള്ളാഹുവിൻ്റെ പരിപാടിയാണ്. പരിണാമവാദം അത് ഭ്രാന്താണ്. പക്ഷേ അള്ളാഹു പരിണാമത്തിലൂടെയാണ് ലോകത്ത് നടത്തുന്നത്. പരിണാമത്തെ ആരും എതിർക്കണ്ട. ഇസ്ലാം പരിണാമത്തെ എതിർക്കൂല. ഇസ്ലാം പരിണാമത്തോടൊപ്പമാണ്. അള്ളാഹു പരിണാമകനാണ്. റബ്ബാണെന്ന് പറഞ്ഞാൽ പരിണാമത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണ്. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും പരിണാമത്തിലൂടെ വളർത്തുന്നവനാണ്. ഒറ്റയടിക്കല്ല വളർച്ച, എല്ലാം കുറേശ്ശെ കുറേശ്ശെ എന്ന നിലയിൽ വളർത്തുന്ന റബ്ബെന്ന് പറഞ്ഞാൽ പരിണാമം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹ്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല, താനേ പരിണമിക്കുന്നതാണ് ഡാർവിൻ്റെ സിദ്ധാന്തം. ഇസ്ലാമിലെ പരിണാമം എന്ന് പറയുന്നത് അള്ളാഹ് നിയന്ത്രിക്കുന്ന പരിണാമമാണ്. നിയന്ത്രണത്തിന് ആരുമില്ലാത്ത സ്വയം പരിണാമമാണ് ഡാർവിൻ്റെ സിദ്ധാന്തം. പക്ഷേ ഇസ്ലാമിൻ്റെ പരിണാമം യാഥാർത്ഥ്യം. ആൾ കണ്ടതെല്ലാം ശരിയാ, കുറേശ്ശെ കുറേശ്ശെ വളരുകയല്ലേ, പിന്നെ എന്തിനാ അവിടെ വേറൊരാൾ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ വളർച്ചയ്ക്ക് ആവശ്യമായ പ്ലാനിങ്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഉള്ളിൽ ആരാണ് നിക്ഷേപിച്ചത്? അതിന് താനേ വളരാനുള്ള ശേഷി അതിന് ആരാ നൽകിയത്? അത് പറയപ്പെടുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെ നാം വളരുകയാണ്. നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. ഈ പ്രയാണം വളർച്ചയുടേതാണ്, തളർച്ചയുടേതല്ല. മുന്നോട്ട് സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ. പ്രകൃതിയിലുള്ള ഓരോ വസ്തുവും അതിൻ്റെ ശൈശവാവസ്ഥയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കൗമാരം പിന്നിട്ട് യൗവനം പിന്നിട്ട് അത് ഇങ്ങനെ തിരിച്ചു മടങ്ങുന്നു. ഇതാണ് ലോക കാഴ്ച. അത് നമുക്ക് മൃഗങ്ങളിൽ കാണാം, ചെടികളിൽ കാണാം, പ്രാണികളിൽ കാണാം, പറവകളിൽ കാണാം. എല്ലാത്തിലും അങ്ങനെയാ. റബ്ബാണെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ പേരില്ല. അതുകൊണ്ടാണ് റബ്ബിനെ അള്ളാഹെ ചില ആളുകൾ പറന്നുപോയത്. ഇതിങ്ങനെ സ്വയം വളർന്നുകൊണ്ടിരിക്കുകയാണ്, പരിണാമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിണാമവാദം പറഞ്ഞ ഡാർവിനാണ് ശരി, അള്ളയല്ല ശരിയെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ അർത്ഥം പോലും പഠിക്കാതെ നിസ്കരിക്കുന്ന മുസ്ലിമിനല്ലേ വഴിതെറ്റുള്ളൂ. സർവ്വ ലോകത്തെയും കുറേശ്ശെയായി അതിൻ്റെ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും തബ്ലീഗു ഷൈഇ, ഒരു വസ്തുവിനെ എത്തിക്കുന്നവനാണ് അള്ളാഹു. ഇലാ കമാലിഹി, അതിൻ്റെ പൂർണ്ണ വികാസത്തിലേക്ക്. ഷൈഅൻ ഫശൈആ, പടിപടിയായി ഘട്ടം ഘട്ടമായി കുറേശ്ശെയായി എന്നാണ് റബ്ബിൻ്റെ അർത്ഥമെന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മനസ്സിലാക്കിയാൽ പരിണാമവാദം പറഞ്ഞിട്ട് റബ്ബിനെ അള്ളാഹ് ആരെയും നിഷേധിക്കുമായിരുന്നു? ഒറ്റ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്തിൻ്റെ അർത്ഥം മാത്രം പഠിച്ചാൽ ലോകത്ത് നടക്കുന്ന പരിണാമം അള്ളാഹു നിയന്ത്രിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. കാരണം എന്താ? അള്ളാഹ് പടയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഈ ആകാശത്തു നിന്ന് എടുത്തു കുത്തുന്നത് പോലെ അള്ളാഹ് അങ്ങ് പടയ്ക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചത്. അള്ളാഹു പടച്ചിട്ട് പ്രായേണ ഗ്രാജ്വലി കുറേശ്ശെയായി അള്ളാഹു വളർത്തുക. സഹോദരങ്ങളെ, അങ്ങനെ വളർന്നു പോകുന്ന ആ പ്രക്രിയയ്ക്ക് മാറ്റമൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിലെല്ലാം അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ എങ്ങനെയാണ് വളർന്നത്? മനുഷ്യൻ അവന് ആദ്യമായി അണുമാത്രപ്രായമായ ഒരു കാലഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദ് അഖദ്നാ മിൻ ബനി ആദമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ മക്കളെ, ആദമിൻ്റെ മുതുകുകളിൽ നിന്ന് അണുപ്രായത്തിലുള്ള ആദമിൻ്റെ മക്കളെ പുറത്തെടുത്ത്, പേടിക്കൊന്നും വേണ്ട, എല്ലാ മക്കളെയും ആദമിൻ്റെ മുതുകിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ മുതുകിൽ നിന്ന് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ മക്കളായി മാറുന്ന ഭ്രൂണത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒരു പ്രാവശ്യം പുറത്തേക്ക് നിക്ഷേപിക്കുന്നത് 10 കോടി ബീജങ്ങളെയാണ്. ആ 10 കോടിയിൽ ഓരോന്നും ഒരു മനുഷ്യനായി പരിണമിക്കാൻ ശേഷിയുള്ളതാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല, സയൻസ് പറഞ്ഞാണ്. ഒരു മനുഷ്യൻ്റെ മുതുകത്ത് അവൻ്റെ സന്താന പരമ്പരയിൽ വരുന്നത് മുഴുവൻ ഒരു പ്രാവശ്യം പുറത്തു വരുന്ന ബീജത്തിൽ 10 കോടി കണികകളുണ്ട്, സ്പേമുണ്ടത്രേ. അപ്പോൾ അള്ളാഹു അണുക്കളായി അവയെ പുറത്തെടുത്തിട്ട് വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവയുടെ മനസാക്ഷിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവരോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളെ കുറേശ്ശെയായി വളർത്തി വലുതാക്കാൻ പോകുന്നത്? റബ്ബ്, അവിടെ റബ്ബെന്നാണ് ചോദിച്ചേ, ഞാനല്ല നിങ്ങളുടെ അള്ളാഹ് എന്നല്ല ചോദിച്ചേ. നിങ്ങളെ വളർത്തി വലുതാക്കുന്നവൻ ഞാനല്ലയോ എന്ന് ആ ആത്മാക്കളോട് അല്ലാഹു തആല ചോദിച്ചിരിക്കുന്നു. ഖാലൂ ബല, അവർ അവിടെ വെച്ച് പറഞ്ഞതാണ്, അണുമാത്ര ലോകത്ത് വെച്ച് പറഞ്ഞതാണ്, അത് റബ്ബേ. അണുമാത്രമായ ഒരു ജീവിതം.
ഈ അണുമാത്ര രോഗത്ത് നിന്ന് അള്ളാഹു പിന്നെ അതിനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു, ഫ്രീസ് ചെയ്ത് വെച്ചു ആ അണുക്കളെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അണുവിനെ പിന്നീട് പല ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്നു. പിതാവിൻ്റെ മുതുകിൽ നിന്നിലേക്ക് പിതാവിലേക്ക്, പിന്നെ മാതാവിൻ്റെ ഉദരത്തിലേക്ക്, അങ്ങനെ മാതാവിൻ്റെ ഉദരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീരം നൽകി. അവിടെയാണ് ബോഡിയുടെ നിർമ്മാണം നടക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അണുക്കളെ, ഈ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ച റൂഹ്, അതിനു മുമ്പ് റൂഹുണ്ട്, ആ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോഡിയിൽ നിക്ഷേപിച്ചു. വളർച്ചയാണ്. നമ്മൾ വിചാരിച്ച വളർച്ച എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞായി ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച് പിറന്നു വീണ അന്ന് മുതൽ അപ്പാപ്പനാകുന്നത് വരെയുള്ള വളർച്ചയാണ്. അതിനു മുമ്പേ നമ്മുടെ വളർച്ച തുടങ്ങിയിരുന്നു. ആലമുൽ അർവാഹിൽ തുടങ്ങി വളർച്ച. അതുപോലെ തന്നെ അണുക്കളുടെ ലോകത്ത് നമ്മുടെ വളർച്ച തുടങ്ങി. അതിനുശേഷം നമ്മൾ വളർന്നു, ശരീരം പ്രാപിച്ചു. ശരീരം പ്രാപിച്ചുകൊണ്ട് നമ്മൾ വളർന്നു. അതിനുശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് ശരീരവും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സുമായി ഈ ഭൂമിയിലേക്ക് വന്നു. ശരീരവും മനസ്സും കൂടി സംയോജിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നു. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. ഈ ശരീരത്തിൽ ഇവിടെ നമ്മൾ വളരുകയാണ്, വികസിക്കുകയാണ്. ഈ വികാസം ഇവിടെ തീരുന്നില്ല. ശരീരത്തിന് അതിൻ്റെ സിദ്ധികളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വളർച്ചയെ പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ ഈ ലോകത്ത് കഴിയില്ല. എന്നാൽ ഒരു വലിയ അളവിൽ അത് സാക്ഷാത്കരിക്കാം. ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അവൻ്റെ ശരീരസിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചിടുകിലേതിനെയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മാനുഷനെ പാരിലയച്ചതീശൻ. ഈ കൈ കൊണ്ട് പണിയെടുത്താൽ നമ്മുടെ മാനസിക സിദ്ധികൾ കൊണ്ട് ഈ ലോകത്ത് ആകാശത്തുകൂടി പറക്കാം, സമുദ്രത്തിലൂടെ നീന്താം. അങ്ങനെ വളരാനുള്ള എല്ലാ സാധ്യതകളും തന്ന് അത് അണുലോകത്ത് സാധ്യമായിരുന്നില്ല, ഭ്രൂണലോകത്ത് സാധ്യമായിരുന്നില്ല, ഭൂമി ലോകത്ത് മാത്രമാണ് അത് സാധ്യമാക്കിയത്. ഇവിടെയും തീരുന്നില്ല വളർച്ച. ഇനിയും നമ്മൾ വളരുകയാണ്. മരണാനന്തരം ഇവിടെ പൂർണ്ണമാകാത്ത, ഇവിടെ ചിലത് പൂർണ്ണമാകാതെ നിൽക്കുകയാണ്. പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ ഈ ലോകത്ത് പൂർണ്ണമാകാത്തത് എവിടെയോ പൂർണ്ണമാകണം. ആ ലോകത്തിൻ്റെ പേരാണ് പരലോകം എന്നുള്ളത്. അതാണ് പരലോകത്തെത്തിയിട്ട് അള്ളാഹു ആദ്യം നമ്മളോട് പറയുന്നത്, ഇന്നലക്കും അൻ തസിഹു, ഇന്നലക്കും അൻ തഹിയൗ ഫലാ തമൂതു അബദാ. ഇനി നിങ്ങൾക്ക് എന്നും ജീവിക്കാം, മരിക്കുകയില്ല. ഒരു മനുഷ്യന് ജീവിതം ലഭിച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് മരണമില്ലായ്മയാണ്. പൂർണ്ണത കൈവരുന്നത് മരിക്കാതാകുമ്പോഴാണ്. വൈന്നലക്കും അൻ തഷിബു ഫലാ തഹറമു അബദാ. ഇനി നിങ്ങൾക്കെന്നും യുവാക്കളായി കഴിയാം, വാർദ്ധക്യം ബാധിക്കില്ല. ഇവിടെ വാർദ്ധക്യത്തിൻ്റെ അപൂർണതയുണ്ടായിരുന്നു, യുവത്വത്തിന് അറുതിയുണ്ടായിരുന്നു. അള്ളാഹു പറയും ഇനി പൂർണ്ണതയാണ്, വാർദ്ധക്യമില്ല. വൈന്നലക്കും അൻ തസിഹു ഫലാ തസ്തമു അബദാ. നിങ്ങളിവിടെ അപൂർണരായി രോഗികളായി കഴിഞ്ഞിരുന്നു, അസ്വസ്ഥരായി കഴിഞ്ഞിരുന്നു. ഇനി നിങ്ങളെന്നും ആരോഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് രോഗമേ ഇല്ല, മരണമേ ഇല്ല. ഒരു കൊറ്റനാടിൻ്റെ രൂപത്തിൽ അള്ളാഹു മരണത്തെ കൊണ്ടുവന്ന് സ്വർഗ കവാടത്തിൽ നിർത്തും. എന്നിട്ട് ആ ആടിനെ അള്ളാഹു അറുത്ത് കളയും എന്ന് ഹദീസിൽ കാണാം. അതോടുകൂടി സ്വർഗവാസികളുടെ സന്തോഷത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതിയായിരിക്കും. നരകവാസികൾക്ക് അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖം തുടങ്ങുകയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം പൂർണ്ണതയിലേക്ക് പോവുകയാണ്. ഈ പൂർണ്ണതയുടെ വികാസത്തിലേക്കുള്ള വളർച്ചയാണ് ഈ ലോകത്തിൻ്റെ വളർച്ച. ഈ ലോകത്ത് തുടങ്ങിയവരല്ല നമ്മൾ, ഈ ലോകത്തൊടുങ്ങുന്നവരുമല്ല നമ്മൾ. അനന്തമായ പൂർണ്ണതയുടെ വിഹായസിലേക്ക് നമ്മൾ വളരുകയാണ്. മാനസിക സിദ്ധികൾ ഈ ലോകത്ത് കുറേയൊക്കെ ഉപയോഗിച്ചു, പക്ഷെ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. ഐൻസ്റ്റീൻ പോലും അയാളുടെ IQ, ഏറ്റവും കൂടി IQ ഉള്ള ആളാണ്. ഈ ലോകത്ത് 3 അല്ലെങ്കിൽ 10% വരെ അയാളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് യൂസ് ചെയ്തിട്ടില്ല. ബാക്കി 90 അവിടേക്ക് വേണ്ടിയാ. അത് പൂർണ്ണമായി ഉപയോഗിക്കുന്ന ഒരു ലോകം നമ്മെ കാത്തുകിടപ്പുണ്ട്. ആ ലോകത്തിൻ്റെ പേരാണ് പരലോകം. ആ പരലോകം ലക്ഷ്യം വെച്ചുള്ള ജീവിതമാണ് ഈ ലോകത്ത് കാലം നമ്മോട് തേടുന്നത്. കടന്നു പോകുന്ന ഓരോ നാളുകളും പരലോകത്തേക്കുള്ള വളർച്ചയിൽ, പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ നിന്റെ സിദ്ധികളെ നീ എത്ര കണ്ട് വളർത്തിയെന്നാണ് നമ്മോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ കലണ്ടറും അറിയുമ്പോൾ, ഭിത്തിയിൽ കലണ്ടറുകൾ നമ്മൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ
നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകം മാത്രം ലക്ഷ്യം വെച്ചാണോ നാം ജീവിതത്തിലൂടെ കടന്നുപോയത്, അതോ പരലോകത്തേക്കുള്ള പൂർണ്ണതയെ നാം ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? ഒരു പൂർണ്ണ മനുഷ്യനായി വളരാനുള്ള സിദ്ധികൾ നമ്മളിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി പരലോക പ്രധാനമായ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുവോ എങ്കിലേ ഒരു മനുഷ്യൻ അവൻ്റെ വളർച്ചയിൽ നാഴികക്കല്ലുകൾ താണ്ടിക്കടന്നു പോകുമ്പോൾ അവൻ വികസിക്കുന്നുള്ളൂ, അവൻ വളരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു വർഷം കടന്നുപോയി, നമ്മളെന്തോ നേടി, ചിലരങ്ങ് ആഘോഷിക്കാന്തോ നേടിയെന്നും പറഞ്ഞ് മുഴുവട്ടന്മാർ കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും ആഘോഷിക്കുകയാണ് പുതുവർഷ പുലരിയിൽ ലഹരിയിൽ. പ്രിയപ്പെട്ടവരെ, ഒന്നും നേടാത്ത വിഡ്ഢികൾ ആത്മാവിൻ്റെ വളർച്ചയെ, ആത്മാവിൻ്റെ വികാസത്തെ, ആത്മാവിൻ്റെ സംയമനശീലത്തെ പരമാവധി തുലച്ച് മൃഗതുല്യമായി ഭൂമിയിൽ മാത്രം ഒതുങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി വളർന്നവർ അവർ സെലിബ്രേഷൻ നടത്തുകയാണ്. സത്യവിശ്വാസികൾ പരലോകത്തേക്കുള്ള യാത്രയുടെ ഒരു നാഴികക്കല്ല് പിന്നിട്ടല്ലോ അല്ലാ എന്നോർത്ത് കരയുകയാണ്. എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വളർച്ചയിൽ ഞാൻ തോറ്റുവോ ജയിച്ചുവോ എന്നോർത്ത് ഓരോ വിശ്വാസിയും ഓരോ വർഷം പിന്നിടുമ്പോഴും കരയുകയാണ്. ജീവിതത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അതിൻ്റെ ക്യാപിറ്റൽ, അതിൻ്റെ മൂലധനം എന്ന് പറയുന്ന അവൻ്റെ ആയുസ്സാണ്. ഐസ് കച്ചവടക്കാരനെ പോലെയാണ് മനുഷ്യൻ. ഐസ് കച്ചവടക്കാരൻ തെരുവിലൂടെ വിളിച്ചു പറയുകയാണ്, മൂലധനം അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങി എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ മൂലധനം വെള്ളമായി മാറും. ഒരൈസ് കച്ചവടക്കാരനെ പോലെയാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് ചിന്തകന്മാർ, ദാർശനികന്മാർ നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് കടന്നു പോകുന്ന ഓരോ ദിവസവും നമ്മുടെ ആയുസ് വെള്ളം പോലെ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. വെറുതെ ഒരു ദിവസം കടന്നു പോയാൽ മതി, അത്രയും നമ്മുടെ മൂലധനം പോയി. അതുകൊണ്ട് മൂലധനം നഷ്ടപ്പെടുത്താത്തൊരു ജീവിതം, അതാണ് പരലോകത്തെ ലക്ഷ്യം വെച്ചുള്ള ജീവിതം. അവൻ്റെ ജീവിതമാണ് വിജയിച്ച ജീവിതം. വമൻ അറാദൽ ആഖിറത വസഅലവൻ കാന യുരീദുൽ ആജിലത. ആര് ഭൗതിക ലോകത്തെ നേട്ടങ്ങൾ മാത്രം ഈ ലോകം കൊണ്ട് ലക്ഷ്യമാക്കി അവൻ്റെ ശരീരത്തിൻ്റെ സുഖമൊതുങ്ങുന്ന ഭൂമിയിൽ എനിക്കെത്ര വിജയിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രം അവൻ ചിന്തിച്ചു, അവൻ്റെ ആത്മാവ് അനന്തമായി പടർന്നു നിൽക്കുന്ന ആകാശസീമകളിലേക്ക് വെമ്പിപ്പറക്കാൻ കുതിക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയെ പരലോകത്തെ ലക്ഷ്യമാക്കാത്തവൻ, മൻകാന യുരീദുൽ ആജില, ഈ ലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചവൻ, അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ, അവൻ എന്തു കൊതിച്ചുവോ അവൻ ഈ ലോകത്ത് അള്ളാഹു കൊടുക്കും. പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി വേണ്ട പോലെ പണിയെടുത്താൽ അവനെ പ്രധാനമന്ത്രിയാക്കും. എന്നിട്ട് ചിലപ്പോൾ നാറ്റിയെന്ന് വരും, അത് വേറെ കാര്യം. അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് വിചാരിച്ചാൽ അതിനുവേണ്ടി ആവുന്ന പണിയെടുത്താൽ അവനെ ആ പ്രസിഡന്റാക്കും. എന്നിട്ട് അടച്ചിട്ട മുറിയിൽ ഏതോ ഒരു പെണ്ണുമായി അവിഹിത ബന്ധം നടത്തിയെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ, പണ്ട് ബിൽ ക്ലിൻ്റൺ നാറിയല്ലോ ഒരു പെണ്ണിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പവിത്രമായ മെമ്പറിൽ, അടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോഴും അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ വാഴുമ്പോഴും അള്ളാഹു ഒരു പക്ഷെ നാറ്റും. പക്ഷെ അവൻ കൊതിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് പദമാണെങ്കിൽ കൊടുക്കും. അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ തുമ്മ ജഅൽനാ ലഹു ജഹന്നമ. പിന്നീട് അവന് വിശാലമായ അവൻ്റെ മാനസിക വികാസത്തിൻ്റെ ലോകത്തേക്ക് പറക്കുമ്പോൾ അവൻ ഒരുക്കി വെച്ചത് നരകമായിരിക്കും. യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറാ, നിന്ദ്യനായി അധമനായി അവൻ അതിൽ കിടന്നെരിയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത് ശരീരത്തിൻ്റെ സാധ്യതകൾ വെച്ചല്ല, മനസ്സിൻ്റെ അനന്ത സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത്. ഒമൻ അറാദൽ ആഖിറ, ആര് പരലോകം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കിയോ, ദുനിയാവിലെ ലാഭച്ഛേദങ്ങൾക്കപ്പുറത്ത് എനിക്കൊരു മനസ്സുണ്ട്, ഒരാത്മാവുണ്ട്, ഒരു പരലോകമുണ്ടെന്ന് കരുതി പ്രവർത്തിച്ചുവോ, വസഅലഹ സഅയഹ, അതിൻ്റെ പണിയെടുത്തോ. നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിൽ പ്രധാനമന്ത്രിയാകാനുള്ള പണി, MP ആകാനുള്ള പണി, MLA ആകാനുള്ള പണി, നേതാവാകാനുള്ള പണിയെടുത്തവന് ആ പണിയിൽ അവനെ അള്ളാഹു വിജയിപ്പിക്കും. പക്ഷേ ആഖിറത്തിന് പണിയെടുത്തില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ട് നരകാവകാശികളിൽ പെടും. പക്ഷേ വസഅലഹ സഅയഹ, പരലോകം ആഖിറൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ്റെ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി വസഅലഹ സഅയഹ, അതിൻ്റെ പണിയെടുത്താൽ, നോക്കൂ, വസഅലഹ സഅയഹ, അതിൻ്റെ പണി അവനെടുത്താൽ, ആഖിറത്തിൻ്റെ പണിയെടുത്താൽ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്, ഫഉലൈക കാന സഅയും മഷ്കൂറാ, അവൻ്റെ അധ്വാനം വിലമതിക്കത്തക്കതായിരിക്കും, സ്തുത്യർഹമായിരിക്കും, നന്ദി ചെയ്യപ്പെടുന്ന സേവനമായിരിക്കും. അള്ളാഹു നന്ദിയോടുകൂടി ആ അധ്വാനത്തെ പരിഗണിക്കും, പരലോകത്ത് നല്ല കൂലി കൊടുക്കും, നല്ല സാധ്യതകളിലേക്ക് അവനെ അള്ളാഹു താല കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം ഇങ്ങനെയാണ്, കാലവും ഇങ്ങനെയാണ്, മാറ്റത്തിന് വിധേയമാണ്. ബാലാരിഷ്ടതകളുടെ കാലമുണ്ടായിരുന്നു,
പിന്നീട് കാലത്തിന് വ്യതിയാനം സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ വരുമ്പോൾ കാലത്തിന് വലിയ മാറ്റം ഉണ്ടാകും. മിഷ്കാത്ത് ഷരീഫിൽ ഒരു അധ്യായത്തിൻ്റെ പേര് ബാബ് തഗയ്യുരി സമാൻ എന്നാണ്, കാലത്തിൻ്റെ മാറ്റം എന്നാണ്. കാലം മാറുന്നത് എങ്ങനെയാണ്? എല്ലാ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്, അതിശയകരമായ മാറ്റം. വല്ലദീ നഫ്സീ ബിയദീ, എൻ്റെ ആത്മാവേദന അല്ലാഹുവിൻ്റെ കൈകളിലാണോ. ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ വരികയില്ല. ഈ ലോകത്തിൻ്റെ മനുഷ്യ ജീവിതത്തിന് നൽകിയ അവസരം അവസാനിപ്പിച്ച് ഈ ലോകത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്ന അൽക്കാരി, ലോകം വികസിക്കുകയാണല്ലോ, ലോകവും വികസിക്കുകയായിരുന്നു, സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ചു. എന്നിട്ട് ഇന്നാല മോസുൻ എക്സ്പാൻഷൻ സംഭവിച്ചു, വികാസമുണ്ടായി. അതിനുശേഷം ലോകം കുതിക്കുക, മാറ്റങ്ങളിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുക, അത്ഭുതകരമായ മാറ്റങ്ങളിലൂടെ. ഈ പുതിയ മാറ്റമൊക്കെ ലോകത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ വളരും പോലെ മനുഷ്യനു വേണ്ടി ലോകവും കുതിക്കുകയാണ്. സ്വർഗസീമകളിലാണ് ലോകത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ അവസാനം. വശംസു തജ്രീലി മുസ്തഖറില്ല, സൂര്യൻ ചെന്ന് അവസാനിക്കുന്നത് ഇനി ചലിക്കാനാവാത്ത ഒരു സ്ഥിരസങ്കേതത്തിലാണ്. സൂര്യൻ്റെ കറക്കത്തിലൂടെ ലോകവും പരിണാമപ്പെടുകയാണ്. അങ്ങനെ പരിണാമപ്പെടുമ്പോൾ അവസാന നാളാകുമ്പോൾ ലോകത്തുണ്ടാകുന്ന പരിണാമം ഇങ്ങനെയാകും. ഹത്താ തുക്കല്ലിമു സിബാഉൽ ഇൻസ, വന്യമൃഗങ്ങൾ മനുഷ്യനുമായി സല്ലപിക്കുന്ന സംവദിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടാകും അക്കാലത്ത്. വന്യമൃഗങ്ങളോട് മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്ന ശേഷി ആർജിച്ചിട്ടുണ്ടാകും. വഹത്താ തുക്കല്ലിമു റജുലു അദബത്ത സൗതിഹി, തൻ്റെ കയ്യിലിരിക്കുന്ന ചില ചാട്ടവാറഗ്രം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. അന്നത്തെ വാഹനം ഒട്ടകമാണ്, ആ ഒട്ടകത്തെ തെളിക്കുന്ന ചാട്ടവാറാണ്. അതുപോലെ നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ വാഹനങ്ങളുടെ റിമോട്ടുകൾ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്ക് സങ്കല്പിക്കാം. ചാട്ടവാർ അഗ്രത്തോടെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അവൻ്റെ കയ്യിൽ തൻ്റെ വാഹനത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന റിമോട്ടാണത്. ആ റിമോട്ടിൻ്റെ തലയോട് അവൻ സംസാരിക്കുന്ന കാലം വരും. റസൂലുള്ളാഹി വശിറാക്കനഅലി, അവൻ്റെ ചെരുപ്പിൻ്റെ വാറുമായിട്ടും മനുഷ്യൻ സംസാരിക്കും. നമ്മുടെ മൊബൈലൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പോരാ, റസൂലുള്ളാഹിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലൊരു വാക്ക് പറയുന്നുണ്ട്, വയുഖ്ബിറഹു ഫഖിദുഹു, അവൻ്റെ തുട അവനോട് സംസാരിക്കും. തുട അവനോട് സംസാരിക്കും. ബിമാ അഹിദത അഹ്ലഹു, വീട്ടിൽ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് അവൻ്റെ തുട അവനോട് വിളിച്ചു പറയുന്ന ഒരു കാലത്തിലേക്ക് കാലം പരിണാമപ്പെടും. മുഹമ്മദ് മുസ്തഫ. തുടയെന്നാ പറഞ്ഞ്, തുടയിലാണല്ലോ ഈ പോക്കറ്റല്ലേ പാൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ. ഇവിടെയല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്ന പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വിളിച്ചു പറയുന്ന യന്ത്രം, ഡിവൈസിൻ്റെ സ്ഥാനം ഇവിടെയല്ലേ. റസൂലുള്ളാഹി അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ ഇങ്ങനെ അല്ലാതെ അക്കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുമോ? വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൻ്റെ ഭാര്യ അവനോട് വിളിച്ചു പറയും, തുട അവനോട് സംസാരിക്കുമെന്ന് പറയുന്ന ഈ പരിണാമം ലോകത്തിന് മുഴുവനുള്ളതാണ്. അതുകൊണ്ട് പരിണാമത്തിൽ മയങ്ങണ്ട, കാലത്തിൻ്റെ കുതിപ്പിൽ മയങ്ങണ്ട. ഇതൊക്കെ കാലേ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതാണ്. കാലം മുന്നോട്ടാണ്, ആ ഒപ്പം മനുഷ്യനും മുന്നോട്ടാണ് വളർച്ചയുടെ പാതയിൽ. പ്രകൃതിയിലെല്ലാം വളരുകയാണ്, തളരാനുള്ളതല്ല. ജനിച്ചവൻ മരിക്കില്ല, സ്വർഗത്തിലാണ് അവൻ്റെ അന്തിമ താവളം. അവിടം വരെ അവൻ സഞ്ചരിക്കും. അങ്ങോട്ട് നമ്മെ കൂട്ടിക്കൊണ്ടുപോകലാണ് കാലത്തിൻ്റെ ജോലി. ആ ജോലിയാണ് കാലം നിർവഹിക്കുന്നത്. അതുകൊണ്ട് നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ, വർഷമൊന്ന് കടന്ന് മറയുമ്പോൾ, പുതിയൊരു സംവത്സരം കടന്നു വരുമ്പോൾ ഓർമ്മ വേണം, ആയുസിൻ്റെ ഒരു മൂലധനത്തിൽ നിന്ന് ഒരധ്യായമാണ് വേർപെട്ടത്. അതുകൊണ്ട് നന്നായി പ്രവർത്തിക്കുക, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക. അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമം. ഒരുപാട് നന്മകൾ അക്കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് മുഹറം മാസം ആഗതമാകുമ്പോൾ ആദ്യത്തെ 10 മുഴുവനും നോമ്പ് കൊണ്ട്, 9ഉം 10ഉം നോമ്പുള്ളത് എല്ലാവർക്കും അറിയാം. ആഷൂറ താസുഅ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണ്. പലരും അത് ചെയ്യാറുണ്ട്, മുൻഗാമികൾ അങ്ങനെ ചെയ്തിരുന്നു. ഉണ്ട് ചിലർ വിളിച്ച് ചോദിക്കാറുണ്ട്, മുഹറായ കല്യാണം നടത്താമെന്ന്. അത് റമദാനി കല്യാണം നടത്താമെന്ന് ചോദിക്കുന്നു. റമദാനിലാരും നടത്തൂല, പാടില്ലെന്നുണ്ടോ? നല്ലതാ റമദാനി നടത്തിയ, പക്ഷെ നോമ്പിന് ഭംഗം വരും. അതുകൊണ്ടാണ്. അപ്പോൾ മുഹറത്തിലൊന്നും ചെയ്തുകൂടാൻ മഹാന്മാർ നല്ല ആളുകൾ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? മുഹറത്തിൽ നോമ്പെടുക്കുന്ന സുന്നത്തായ നോമ്പൊക്കെ ഉള്ളപ്പോൾ സദ്യയും സൽക്കാരും അത്തരം കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ചെയ്താൽ ഒരു കുഴപ്പമില്ല. മുഹറത്തിലും സഫറത്തിലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേറെ പണിയുണ്ടെന്ന് എന്നേരം. അതുകൊണ്ടാണ് നല്ല മനുഷ്യരത് ചെയ്തേ. പക്ഷേ അതിന് വെറുതെ ചടങ്ങാക്കി ആചാരമാക്കി മുഹറത്തിൽ നന്മ ചെയ്യാൻ പറ്റില്ല, മുഹറത്തിൽ വീട് കൂടാൻ പറ്റില്ല, മുഹറത്തിൽ കല്യാണം നടത്താൻ പറ്റില്ല തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വെറും അന്ധന്മാരായി അധപ്പതിക്കാതെ സമയത്തിൻ്റെ മൂല്യം അറിഞ്ഞ് കർമ്മം ചെയ്യാനാണ് മഹത്തുക്കൾ നമ്മെ അതിൽ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ആഗതമാകുന്ന മുഹറത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് കർമ്മം കൊണ്ട് അതിനെ സമ്പന്നമാക്കിയാൽ ഭാവി ഭാസുരമായിരിക്കും. പടച്ചതമ്പുരാൻ ഒരുപാട് രക്ഷകളുടെ കഥകൾ പറയുന്ന മുഹറം 10 ആഗതമാകുന്ന, അള്ളാഹു രക്ഷിക്കാൻ വേണ്ടി എപ്പോഴുമല്ല, അതിന് പ്രത്യേക സമയങ്ങൾ കണ്ടെത്താറുണ്ട്.
അതുകൊണ്ട് രക്ഷ ഒരുപാട് അനിവാര്യമായ ഒരു കാലത്താണ്. നമുക്കൊക്കെ അള്ളാഹു രക്ഷ തരുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക മാനവികതയ്ക്ക് അള്ളാഹു രക്ഷയും സുരക്ഷിതത്വം ഉറപ്പ് തരുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിലപ്പെട്ട സമയത്തെ അർത്ഥവത്തായി മനസ്സിലാക്കി സുഹൃതങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, സുന്നത്ത് നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാമെങ്കിൽ ഇൻഷാ അള്ളാഹ് അങ്ങോട്ടുള്ള നാളുകൾ അള്ളാഹുവിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്നാണ് അതിനർത്ഥം. പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ.